ബീഹാറിലെ കനത്ത പരാജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ ഇനി അച്ചടക്ക നടപടിയുടെ കാലമാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് ബീഹാറിലെ 43 നേതാക്കൾക്കാണ് കോൺഗ്രസ് പാർട്ടി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ പല പ്രധാനപ്പെട്ട നേതാക്കളുമുണ്ട്. മുൻ കേന്ദ്രമന്ത്രി വീണ ഷാഹി, AICC അംഗം മധുരേന്ദ്രകുമാർ സിംഗ്, മുൻ MLC AK സിംഗ് തുടങ്ങി 43 നേതാക്കൾക്കാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവർ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് വെള്ളിയാഴ്ചയ്ക്കകം മറുപടി നൽകിയില്ല എങ്കിൽ പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകുമെന്ന് ഈ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബീഹാറിലെ കോൺഗ്രസിൻ്റെ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനായ കപിൽ ദേവ് പ്രസാദ് യാദവാണ് ഈ അച്ചടക്ക നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ഈ നാണംകെട്ട പരാജയം, അതായത് മഹാസഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിച്ചപ്പോഴുണ്ടായിരിക്കുന്ന നാണംകെട്ട പരാജയത്തിന് പിന്നിൽ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഉൾപാർട്ടി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്ന വിലയിരുത്തൽ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിനുണ്ട്. ചില നേതാക്കൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ ഈ ശക്തമായ നീക്കങ്ങൾ നടത്തി. അതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിൽ ഒരു കണക്കിനുള്ള ശുദ്ധീകരണത്തിന് ഇപ്പോൾ കോൺഗ്രസ് തുടക്കമിട്ടിരിക്കുന്നതെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 43 നേതാക്കൾക്ക്, സംസ്ഥാനത്തെ പ്രമുഖരെ ഉൾപ്പെടെയുള്ള, പാർട്ടിയുടെ ഉൾപ്പെടെയുള്ള 43 നേതാക്കൾക്ക് ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിനുള്ള മറുപടി ലഭിച്ച ശേഷം, മറുപടി ലഭിച്ചില്ല എങ്കിൽ പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാവും. മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വിശദീകരിക്കുന്നത്.